ലഹരിമുക്തി സന്ദേശ പ്രചരണത്തിനായി പത്തനംതിട്ട ജില്ലാ ഭരണകൂടവും എക്സൈസ് വകുപ്പും സംയുക്തമായി പാവനാടകം സംഘടിപ്പിച്ചു. കൊല്ലം ഹാഗിയോസാണ് വാഹനത്തിൽ പാവനാടകം അവതരിപ്പിച്ചത്. സത്യശീലൻ സത്യം മാത്രമേ പറയൂ, അതും സ്വന്തം ജീവിതത്തെക്കുറിച്ച്. പക്ഷേ പറയാതെ പറഞ്ഞതൊന്നുണ്ട്. ലഹരിയല്ല ജീവിതം. കളക്ട്രേറ്റിന്റെ നടുമുറ്റത്ത് ലഹരിമുക്തി സന്ദേശ പ്രചരണത്തിനായി ജില്ലാ ഭരണകൂടവും എക്സൈസ് വകുപ്പും ചേർന്നൊരുക്കിയ പാവനാടകത്തിലാണ് സത്യശീലന്റെ ദുരന്തം സന്ദേശമായി മാറിയത്. കൊല്ലം ഹാഗിയോസാണ് വാഹനത്തിൽ പാവനാടകം അവതരിപ്പിച്ചത്. ജോമോൻ ഹാഗിയോസിന്റെ കരവിരുതാണ് നാടകമായത്. ലഹരി വിമോചനത്തിനായുള്ള എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനത്തിനൊപ്പം നാടക ചേരണമെന്ന് ഫ്ളാഗ് ഓഫ് നിർവഹിച്ച വിമുക്തി ചെയർമാൻ കൂടിയായ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് എബ്രഹാം പറഞ്ഞു. ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അതിനെ രണ്ടായിട്ടാണ് ഞാൻ ഇവരോട് പലപ്പോഴും മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്യുന്നത്. രണ്ടായിട്ടാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ എപ്പോഴും പറയുന്നത്. ഒന്ന്, നമുക്ക് അവയർനെസ് ക്യാമ്പയിനുകളാണ് നമ്മൾ ചെയ്യുന്നത്. രണ്ട്, എൻഫോഴ്സ്മെന്റ് കാര്യങ്ങളാണ്. അപ്പൊ ഇതിൽ ഞാൻ എപ്പോഴും എക്സൈസ് അല്ലെങ്കിൽ ബാക്കി സോഷ്യൽ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ ആയിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ പറയാറുണ്ട്, ലഹരി ഉപയോഗിക്കാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ ഉപയോഗിച്ച് ജസ്റ്റ് തുടങ്ങി അല്ലെങ്കിൽ ഇപ്പോഴത്തെ ലഹരി ഉപയോഗിക്കാത്ത ആളുകൾക്കാണ് ഈ അവയർനെസ് ക്യാമ്പയിൻ പലപ്പോഴും വർക്കാവുന്നത്. ADM B ജ്യോതി ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. കളക്ടറേറ്റ് സ്റ്റാഫ് കൗൺസിൽ അംഗം സജീവ് കുമാർ ലഹരിവിരുദ്ധ സന്ദേശം നൽകി. ഫിനാൻസ് ഓഫീസർ KG ബിനു, വിമുക്തി ജില്ലാ മാനേജർ S സനിൽ, ജില്ലാ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് ജോസ് കളീക്കൽ, കേരള സ്റ്റേറ്റ് എക്സൈസ് സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അയൂബ് ഖാൻ, പ്രസ് ക്ലബ് സെക്രട്ടറി G വിശാഖൻ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ 13 വേദികളിൽ ലഹരിവിരുദ്ധ പാവനാടകം അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.